മോശയ്ക്കും അഹരോനും വിരോധമായി അസൂയപ്പെട്ടു. ദൈവം അവരെ സന്ദർശിച്ചു. ഒരിക്കൽ കർത്താവ് പറഞ്ഞ എല്ലാ ഗോത്രത്തിന്റെയും പേരെഴുതി വടി സമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുവാ. ആരുടെ വടി തളിർക്കുന്നോ അവനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ലേവി ഗോത്രത്തിന്റെ പേരിലുള്ള വടിയിൽ അഹരോന്റെ പേരെഴുതിയ വെച്ചത്. മറ്റുള്ള ഗോത്രത്തിൽ ഗോത്രപിതാക്കന്മാരുടെ പേരെഴുതിയപ്പോൾ ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹരോന്റെ പേരെഴുതി. പിറ്റന്നാൾ നോക്കുമ്പോൾ ഇത് അനേക വടികൾ. മറ്റ് 11 വടികൾക്കില്ലാത്ത പ്രത്യേകത അഹരോന്റെ വടിക്കുണ്ടായി. മറ്റു വടികൾ ഉണങ്ങിയിരിക്കുമ്പോൾ ഇത് അഹരോന്റെ വടി തളിർത്ത് കായ്ച്ചു ബദാം ഫലം പുറപ്പെടുവിച്ചു. മറ്റുള്ളവർ നോക്കുമ്പോൾ ഉണങ്ങിയ വടിയാണെന്ന് തോന്നിയാലും തമ്പുരാൻ തെരഞ്ഞെടുത്തവൻ തളിർക്കാൻ പോവുകയാ. ദൈവം തെരഞ്ഞെടുത്ത വടി പൂക്കാൻ പോവുകയാ. അത് കായ്ച്ചു ഫലം പുറപ്പെടുവിക്കാൻ പോവുകയാ. നിന്റെ മേൽ എഴുതപ്പെട്ട പേര് സാധാരണ പേരല്ല, സർവശക്തനായ ദൈവത്തിന്റെ പേരാ നിന്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പേര്, പരിശുദ്ധാത്മാവിന്റെ മുദ്രയിടപ്പെട്ട ദൈവ പൈതലേ, ഉണങ്ങിയിരിക്കാനല്ല എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ദൈവത്തിന്റെ പദ്ധതി. മറ്റുള്ളവർക്കില്ലാത്ത പ്രത്യേകത നമ്മുടെ മേൽ വെളിപ്പെടാൻ പോവാ. അമ്മേ, നാം കായ്ക്കാൻ പോവുകയാ, നാം തളർക്കാൻ പോവുകയാ, പൂത്ത് കായ്ച്ചു ഫലം പുറപ്പെടുവിക്കാൻ പോവാ.